ശാപവാക്കുകൾ പറയരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ദേഷ്യം വരുന്നത് നമ്മുടെ മക്കൾ വഴികേടിലാവാൻ കാരണമാകരുത്. നമുക്കൊരു ദേഷ്യം വന്നു, ആ ദേഷ്യം വന്ന സമയത്ത് നമ്മുടെ മക്കളോട് പറയാണ്, നീ ഒന്നും നന്നാവൂലടാ, ഹറാം പറന്നു പോകട്ടെ, പണ്ടാറടങ്ങി പോകട്ടെ, അങ്ങനൊക്കെ പറയാ. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ടവരാണ്. ഇമാം അബുൽ ഖാസിം അൽ ഖുശൈരി റളിയല്ലാഹു അൻഹു അർ-റിസാലയിൽ പറയുന്ന സംഭവം കാണാം. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ശകാ അൻ ബഅദി ഔലാദി, എന്റെ കുറച്ച് കുട്ടികളൊന്നും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവര് ചോദിച്ചു, നിങ്ങൾ ആ മക്കൾക്കെതിരെ ശാപവാക്കുകൾ പറയാറുണ്ടോ, ദുആ ചെയ്യാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ചിലപ്പോഴൊക്കെ ദേഷ്യം വരുമ്പോഴോ സാഹചര്യങ്ങൾ കടിമപ്പെട്ടോ എൻ്റെ അടുത്ത് നിന്ന് അങ്ങനൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻതല്ലദീ അഫ്സത്തഹു, നീ ആ മക്കളെ വടക്കാക്കിയാണ്. മക്കൾ വഴികേടിലാവാനുള്ള ഉത്തരവാദി നീ തന്നെയാണ്, വേറെ എവിടെയും പോയി നോക്കണ്ട. കാരണം നീ ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്ക്, മലക്കുകൾ ആമീൻ പറഞ്ഞാൽ, അള്ളാഹു അത് കബൂലാക്കിയാൽ മക്കൾ വഴികേടിലാകാനുള്ള കാരണം നിന്റെ നാവ് തന്നെയാണല്ലോ. മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നാണല്ലോ. സുബ്ഹാനല്ലാഹ്, നമ്മളിൽ നിന്ന് അത്തരം പ്രയോഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ദേഷ്യം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയണം. പ്രയാസങ്ങൾ മക്കൾക്കുണ്ടാക്കരുത്.